പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ സെറ്റിൽമെന്റ് നടന്നു കഴിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ പൂർണ്ണമായും അകത്താകുമെന്നുറപ്പിക്കുന്നതോടെ വലിയ 2 സെറ്റിൽമെൻറ്റുകൾ നടക്കുന്നുവെന്നാണ് അറിയുന്നത്. ആ 2 സെറ്റിൽമെൻറ്റുകൾക്കും പ്രതിഫലമായി ഒരു പാർലമെൻറ്റ് സീറ്റ് എന്നതാണ് പുറത്തു വരുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെ സ്വപ്നം കാണുന്ന തൃശ്ശൂർ സീറ്റ് BJPക്ക് നൽകാമെന്നും അതിനു പകരമായി മകളുടെ തട്ടിപ്പിൻ്റെ ഉത്ഭവമായ എക്സാലോജിക്കിനെയും സഖാക്കൾ കട്ടുതിന്ന കരുവന്നൂരിനെയും ഉപദ്രവിക്കരുത് എന്നാണ് ആ സെറ്റിൽമെൻ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം നടന്ന മോദി സന്ദർശനത്തിൽ വളരെ വ്യക്തമായി കേരളം മനസ്സിലാക്കിയത്. ജ്യോതി ബസു അനുസ്മരണത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പിണറായി വിജയൻ നരേന്ദ്രമോദിയോടൊപ്പം ഔദ്യോഗിക പരിപാടി ഇല്ലാതിരുന്നിട്ടും നെടുമ്പാശ്ശേരിയിൽ സ്വീകരിക്കാനെത്തി. മാത്രമല്ല, കൈകൂപ്പി നിന്ന പിണറായി വിജയൻ നിസ്സഹായനായ ഒരച്ഛൻ്റെ ഗതികേട് പോലെ മോദിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടല്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരു യാചനയോടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരച്ഛൻ എന്ന പോലെ ആ മനുഷ്യനെയും നരേന്ദ്രമോദി കൂപ്പുകയിൽ പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു. എനിക്ക് വേണ്ടത് തൃശ്ശൂർ മണ്ഡലത്തിലെ വിജയമാണെന്നും അതിന് താൻ എന്തും ചെയ്യുമെന്ന സന്ദേശത്തോടെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു ആദ്യം. മാത്രമല്ല, അതിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ റിപ്പോർട്ട് കൈമാറാനുള്ള സമയവും കൊടുത്തു. താൻ പറയാനുള്ളത് പറഞ്ഞു, ഉത്തരം പെട്ടെന്ന് നൽകണമെന്നൊരു സന്ദേശമാണ് മോദി അതിലൂടെ നൽകിയത്. അതിൻ്റെ ഉത്തരമാണ് പിണറായി വിജയൻ നെടുമ്പാശ്ശേരിയിൽ പ്രധാനമന്ത്രിയെ കണ്ടു പറഞ്ഞത്. അതോടെയാണ് ആ സെറ്റിൽമെൻറ്റിനെ കുറിച്ച് കേരളം അറിയുന്നത്. അതാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടിരിക്കുന്നത്. മകളുടെ കാര്യത്തിൽ വലിയ ആശങ്കയിലായ പിണറായി പറഞ്ഞിരിക്കുന്നത് നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞത് എന്ന് തെളിഞ്ഞു. എക്സാലോജിക്ക് വാദം ശരിവയ്ക്കുന്ന ഒരു രേഖയും നൽകിയിട്ടില്ല. CBIയും EDയും അന്വേഷിക്കേണ്ട ഒരു കേസാണ് ഇതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. കോർപ്പറേറ്റ് മന്ത്രാലയം മാത്രം അന്വേഷിക്കാതെ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണമെന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷണത്തിനാണ് കേന്ദ്രം ഉത്തരവിട്ടത്. ഡീൽ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇത് സംഘപരിവാറുമായി രൂപം കൊണ്ട പുതിയ ബന്ധത്തിൻ്റെ തെളിവാണെന്നും VD സതീശൻ ഉറപ്പിക്കുന്നു. സംഘപരിവാറും കേരളത്തിലെ CPMഉം തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും ഇടയ്ക്ക് കാണിക്കാറുള്ള വൻ പോരാട്ടം ജനങ്ങളെ കബളിപ്പിക്കുന്നതാണെന്നും VD സതീശൻ വ്യക്തമാക്കി. CBI തെറ്റായ വഴിയിൽ അന്വേഷണം കൊണ്ടുപോയാൽ പ്രതിപക്ഷം പ്രതികരിക്കുമെന്നും അധികാരം ദുർവിനിയോഗം ചെയ്യാനോ സെറ്റിൽമെൻറ്റ് നടത്താനോ അനുവദിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളെയും കരുവന്നൂരിലെ തട്ടിപ്പ് വീരന്മാരായ സഖാക്കളെയും രക്ഷിക്കാൻ തൃശ്ശൂർ സീറ്റ് നൽകാമെന്ന സെറ്റിൽമെൻറ്റിലേക്ക് എത്തിയെന്ന യാഥാർത്ഥ്യം കൂടുതൽ കേരളം ചർച്ച ചെയ്യുകയാണിപ്പോൾ. ഇടതുമുന്നണിയിലെ തൃശ്ശൂരിൻ്റെ അവകാശികളായ CPI ഇതിൽ ജാഗ്രത വെക്കുന്നത് നല്ലതായിരിക്കും.